നമ്മുടെ ഈ ജെ ജെ ബിരിയാണി സ്റ്റോഴ്സിന്റെ ഈ എന്താ പറയുക, ഞങ്ങൾക്ക് 34 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പാരമ്പര്യമായിട്ട് കണ്ടമാനം ഫാമിലീസ് വരാറുണ്ട്. അതിൽ വരുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ കടയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, സാധനങ്ങളെ പറ്റി ഒരു നമ്മുടെ കടയിലത്തെ സാധനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് പിടിച്ചു. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. വർഷങ്ങളായിട്ട് 11 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും ബിരിയാണി വയ്ക്കുന്ന സമയത്ത് സാറിൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. സാധനങ്ങൾക്ക് നല്ലതായതുകൊണ്ടാണല്ലോ നമ്മൾ എന്നും ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സ്റ്റാഫാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എടുക്കണ പോലെ നമുക്ക് എടുത്തുതരുന്നു. നമ്മൾ പറയുന്ന സാധനങ്ങൾ എടുത്തു തരാറുണ്ട്. മറ്റുള്ള കടകളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടാറില്ല. പിന്നെ സാറ് പറയണ പോലെ നമുക്ക് പലചരക്ക് മാത്രമല്ല, നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപദേശങ്ങൾ നമുക്ക് മാനസികമായി, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ടുള്ള എങ്ങനെ നമുക്ക് ഫിറ്റ് ആവാമെന്നുള്ള ഐഡിയകൾ പറഞ്ഞു തരുന്നുണ്ട്. അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തൊഴിൽ മേഖലയിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? തൊഴിൽ മേഖലയിൽ പിന്നിട്ട ഒരു 11 വർഷവും ഒറ്റ ദിവസം പോലും വർക്കില്ലാണ്ടിരിക്കാറില്ല. പഠിപ്പിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. പിന്നെ പണിയെടുക്കാണ്ട് കാര്യങ്ങൾ നടക്കില്ലല്ലോ. പണി നന്നായിട്ട് എടുക്കുന്നുണ്ട്. കൂടുതൽ തയ്ക്കുന്നതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, പഠിപ്പിക്കുന്നതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? തയ്ക്കാൻ ഇഷ്ടം കൊണ്ടൊന്നല്ല, നമ്മുടെ സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് തയ്ക്കാണ്ടിരിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ തയ്ക്കണം. പിന്നെ ഈ സാറിൻ്റെ ഒരു പുസ്തകം ഉണ്ടാവും, ഗണിക്കാനാവാത്ത സത്യം എന്ന് പറഞ്ഞ പുസ്തകമാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ വായിക്കാനിടയായത്. അതിലത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലത്തെ ഞാൻ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ടായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം, അതിശയം തോന്നിയിട്ട് പിന്നെ ഞാൻ ആളുടെ അടുത്ത് എനിക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും സാറിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ ആളുടെ ശിഷ്യയാവുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിൻ്റെ ശേഷം ഒരു 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റുഡൻസിലേക്ക് അത് പറയാൻ തുടങ്ങി. അവർക്കാണെങ്കിലും ഏറ്റവും നല്ല അർത്ഥത്തിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ചിന്തിക്കാനും നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് സാറിൻ്റെ ഈ ആശയം എല്ലാ സ്റ്റുഡൻസിലേക്കും എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആശയം? നമ്മൾ മനസ്സിലായിടത്തോളം മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ സാഹചര്യം നോക്കി പെരുമാറുക ഒന്നാമത്തത്. പിന്നെ പരമാവധി ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ സ്നേഹമാണ് സാറ് പറയണ ബേസ്. പക്ഷേ എനിക്ക് സ്നേഹം ഉണ്ടോ ഇല്ലതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഏത് ആൾക്കാരെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം, മറ്റുള്ളവരോട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. സാറിനെ പരിചയപ്പെട്ടപ്പോഴാണ് സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. കാരണം എങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് പെട്ടെന്ന് ഈ ദേഷ്യം വരുന്നതിന് എനിക്ക് പറഞ്ഞൊരു ഉത്തരം തൊട്ടാണെങ്കിൽ തനിക്ക് മനസ്സിലാവണ കാര്യം മറ്റുള്ള ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനൊരർത്ഥമുള്ളത് നമ്മുടെ അത്ര അറിവ് ആ വ്യക്തികൾക്ക് ഇല്ലാന്ന്. ആ ഒരൊറ്റ തിയറി അതോടുകൂടിയിട്ട് എനിക്ക് എല്ലാ ആൾക്കാരോടുള്ള ദേഷ്യം തീർന്നത് തന്നെയല്ല, എല്ലാവരുടെ അടുത്ത് എനിക്ക് ചിരിയാണ് പിന്നെ വരാൻ തുടങ്ങിയത്. വിവരമില്ലായ്മ ആൾക്കാരുകൾ കാണിക്കുമ്പോൾ നമുക്ക് ചിരി വന്നു തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നിലനിന്ന് പോകാൻ പറ്റാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലിൽ എത്തിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പിള്ളേർ തന്നെ നമ്മളെ നോക്കിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഈ പറയണ ഈ പുസ്തകത്തിൻ്റെ ബേസും നമ്മുടെ ടൈലറിങ്ങും പഠിപ്പിക്കലും കൊണ്ടിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയണ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്ന്. പിന്നെ തന്നെയല്ല നമ്മളെന്തായാലും അവർ നോക്കും. ഇപ്പം നമ്മുടെ ക്യാരക്ടറിൽ അവർക്ക് നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കാൻ പറ്റില്ല എന്ന് പിള്ളേർക്ക് അത്രയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടൈപ്പ് ഏതൊക്കെ ചെയ്യുന്നത്? ടൈലറിങ് തയ്ക്കൽ കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഒരു നായ്ക്കനാലിൽ ഷോപ്പ് ഇട്ടു. ഇപ്പോൾ വീട്ടിൽ കട്ടിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, പിന്നെ പാറ്റേൺ മേക്കിംഗ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ അവഗണിക്കാനാവാത്ത സത്യത്തിൻ്റെ മോട്ടിവേഷൻ പോലെ പിള്ളേർ വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പല സ്ഥലത്തുനിന്ന് വന്നിട്ട് കാര്യങ്ങൾ ശരിയാവാത്ത ആൾക്കാർക്കാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകണം. ഇപ്പോൾ കൂട്ടത്തിൽ കൂടെ ജ്യോതിഷം പഠിക്കാൻ പോകുന്നുണ്ട്.
സപ്പോർട്ട്